إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും റഹ്മാനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും നമസ്കാരങ്ങളും വിശുദ്ധ ഖുർആൻ പാരായണവും മറ്റു ഇബാദത്തുകളും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പവിത്രമാക്കപ്പെട്ട പുണ്യ റമദാനിന്റെ ഏറ്റവും പ്രതിഫലാർഹമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ 10 വിട പറഞ്ഞു, രണ്ടാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചു. പരസ്പരം നമ്മൾ തന്നെ പറയുന്നു, എന്നാണ് നോമ്പ് തുടങ്ങിയത്, എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത്. നോക്കൂ, റസൂലിന്റെ വാക്ക് എത്ര കൃത്യമാണെന്നറിയോ? ലാ തഖൂമുസ്സാഅ ഹത്താ യതഖാറബ അസ്സമാൻ. കാലങ്ങൾ അടുത്ത് വരുന്നത് വരെ അന്ത്യദിനം സംഭവിക്കൂല. വർഷങ്ങൾ നിങ്ങൾക്ക് മാസങ്ങളെ പോലെയും മാസങ്ങൾ ആഴ്ചകളെ പോലെയും
ആഴ്ചകൾ ദിവസങ്ങളെപ്പോലെയും, ദിവസം മണിക്കൂറിനെ പോലെയും, മണിക്കൂറുകൾ മിനിറ്റുകളെ പോലെയും, മിനിറ്റുകൾ സെക്കൻഡുകളെ പോലെയും തോന്നുന്ന ഒരു കാലഘട്ടം നിങ്ങളിൽ സംജാതമാകും. ഈ റമദാനിലെ ബാക്കി നോമ്പുകളൊക്കെ അനുഷ്ഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നോക്ക്, ഇസ്ലാമിക ചരിത്രത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിൽ, തൗഹീദിന്റെ പേരിൽ നടന്ന വിസ്മരിക്കാൻ സാധ്യമാകാത്ത യുദ്ധമാണ് ഗുസ്വത്തു ബദർ, ബദർ യുദ്ധം എന്നുള്ളത്. ഹിജ്റ 2-ാം വർഷം, കൃത്യമായി പറഞ്ഞാൽ വിശുദ്ധ റമദാനിൽ റമദാൻ 17-നാണ് ആ സംഭവം നടന്നത്. ഈ ബദർ നടന്ന റമദാൻ 17 ദിവസത്തെ അല്ലാഹു ഖുർആനിലൂടെ വിശേഷിപ്പിച്ച ഒരു വാചകമുണ്ട്. എന്തെന്നറിയോ? വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാനി യൗമൽ തഖൽ ജംആൻ. രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ദിവസം, അതായത് സത്യാസത്യ വിവേചനത്തിന്റെ ദിവസം, സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ദിവസം. അന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരുന്ന ശിർക്കൻ വിശ്വാസങ്ങൾ അടിച്ചമർത്തപ്പെടുകയും തൗഹീദ് വിജയിക്കുകയും ചെയ്ത ചരിത്രത്തിൽ മറക്കാനാകാത്ത ദിവസമാണ്. നോക്കൂ, ഈ മാസത്തിനും റമദാൻ 17-നും ഒരു പ്രത്യേകതയുണ്ട്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അത് ഫുർഖാൻ എന്നാണ്, സത്യവും അസത്യവും വേർതിരിക്കുന്ന ഗ്രന്ഥം. എന്നാൽ ആ ഖുർആൻ അവതരിച്ച വിശുദ്ധ റമദാനിലാണ് സത്യവും അസത്യവും തൗഹീദും ശിർക്കും വേർതിരിച്ച ദിവസവും വന്നിട്ടുള്ളത്. അമുഖമായി പറയുന്നു, ബദറിലെ മുസ്ലിങ്ങളുടെ വിജയം അവരുടെ സൈന്യത്തിന്റെ വിപുലത കൊണ്ടോ ആയുധത്തിന്റെ ശക്തി കൊണ്ടോ അല്ല, മറിച്ച് ആദർശത്തിന്റെ മഹിമ കൊണ്ടും ആ ആദർശം റബ്ബിൽ നിന്നായതുകൊണ്ടും റബ്ബിന്റെ മഹത്തായ സഹായം കൊണ്ടുമാണ് മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായത്. ഇവിടെ നമ്മൾ ശരിക്ക് തൗഹീദും ശിർക്കും എന്താണെന്ന് മനസ്സിലാക്കണം, അത് ജനങ്ങളെ പഠിപ്പിക്കണം. ഈ റമദാൻ നമ്മുടെ 17 നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ട ബദറിന്റെ സന്ദേശങ്ങളുണ്ട്. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട ബാധ്യത നമ്മുടേതാണ്. നോക്കൂ, ബദറിന്റെ ദിവസം തന്റെ ഇരുകക്ഷം കാണുമാർ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിലേക്ക് കൈയുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ആദിഹിൽ ഉസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദു ഫിൽ അർളി അബദാ. ഈ തൗഹീദിന്റെ ചെറു സംഘത്തെ അല്ലാഹുവേ നീ യുദ്ധത്തിൽ വെച്ച് നശിപ്പിച്ചാലുണ്ടല്ലോ, അന്ത്യനാൾ വരെ നിന്നെ ആരാധിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവില്ല. ഇത് ഞാൻ പറഞ്ഞു വെച്ചത് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. അപ്പുറത്ത് നിന്ന് അബൂജഹലും പ്രാർത്ഥിച്ചത് റബ്ബിനോടാണെന്ന് മനസ്സിലാക്കണം. اللهم إن كان هذا هو الحق من عندك. ഈ മുഹമ്മദ് പറയുന്നത് സത്യമാണെങ്കിൽ, മുഹമ്മദ് പറയുന്നത് വിജയിക്കുകയാണെങ്കിൽ, فأمطر علينا حجارة من السماء. ആകാശത്ത് നിന്ന് കല്ലുമഴ ഞങ്ങൾക്ക് വർഷിപ്പിക്കണേ. ബിഅദാബിൻ അലീം. അതല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ഞങ്ങൾക്ക് നൽകണേ.
എന്ന് അബൂജഹൽ പ്രാർത്ഥിച്ചതും ആരോടാണ്? രണ്ടു കൂട്ടരും റബ്ബിനോടാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെന്തിനാണ് സഹോദരങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിൽ യുദ്ധം സംഭവിച്ചത്, ബദർ സംഭവിച്ചത്? അല്ലാഹുവിൽ അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? ഒരായത്തിൽ പറയുന്നുണ്ട്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അധികം ആളുകളും റബ്ബിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ വിശ്വസിക്കുന്നില്ല. മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം നമ്മൾ ആദ്യം പഠിക്കണം. അവർക്ക് അല്ലാഹു ആരെന്നറിയാമായിരുന്നു. മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചതെന്ന ചോദ്യത്തിന് അല്ലാഹു ആണെന്ന് പറയും അവർ. വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നത് ആരാണെടോ എന്ന് ചോദിച്ച അല്ലാഹു ആണെന്ന് പറയുന്നവരായിരുന്നു അവർ. മയ്യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് ഉപജീവനം ഭക്ഷണം നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അല്ലാഹു ആണെന്ന് അവർ പറയുമായിരുന്നു. വമയ്യുദബ്ബിറൽ അംർ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? അല്ലാഹു ആണെന്ന് അവർക്കറിയാമായിരുന്നു. മറ്റൊരായത്തിൽ കാണാം, വഇദാ റകിബൂ ഫിൽ ഫുൽഖ് ദഅഉ അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവരിൽ കപ്പലിൽ കയറുമ്പോ ആ കപ്പൽ ആടി ഉലയുന്ന സമയത്ത് അവർ അല്ലാഹുവിനെ വിളിക്കുമായിരുന്നു. മുഖ്ലിസീൻ, നിഷ്കളങ്കമായി വിളിക്കുമായിരുന്നു. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ ഇദാ ഹും യുശ്രികൂൻ, കരയിലേക്ക് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തിയാൽ വീണ്ടും അല്ലാഹുവിൽ അവർ പങ്കു ചേർക്കുന്നു. അവർക്ക് അല്ലാഹുവിനെ അറിയാമായിരുന്നു. എന്നാൽ സഹോദരങ്ങളെ, അല്ലാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ, ആ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, ആ റബ്ബിന് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന വിഷയത്തിൽ ആ സമൂഹത്തിന് തെറ്റുപറ്റിയിരുന്നു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇന്നൽ മുശ്രികീൻ കാനൂ യഖൂലൂന ഫീ തൽബിയതിഹിം, അവർ കഅബ തവാഫ് ചെയ്യുമ്പോൾ തൽബിയത്ത് ചൊല്ലാറുണ്ടായിരുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുക ഞങ്ങൾ ഉത്തരം നൽകിയിട്ടുണ്ട്. ലബ്ബൈക ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരില്ല. ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരനുണ്ട്. ഹുവ ലക, അവൻ നിന്റേതാണ്. തംലികുഹു വമാ മലക്, അവരുടെ കഴിവുകൾ നീ ഉടമപ്പെടുത്തിയതാണ്. അവർക്ക് സ്വയം സഹായിക്കാൻ കഴിയില്ല, പക്ഷേ നീ കൊടുത്ത കഴിവ് കൊണ്ട് അവരെ സഹായിക്കുമെന്ന വിശ്വാസം മക്ക മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഖുബുലുൽ അലയെയും കഅബയിൽ പ്രതിഷ്ഠിച്ച ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി എന്ന വിഗ്രഹങ്ങളെയും ഒക്കെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും. മാത്രമല്ല, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയാളന്മാരെ വെക്കുന്നത്. ഹഉലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, അവർ ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയുന്നതാണ്. ഇതേ വാദമാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്നത്. ആരാണ് നിന്നെ സൃഷ്ടിച്ചത്? ആരാണ് നിനക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത് എന്ന ചോദ്യത്തിന് നമ്മുടെ അയൽവാസികൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ ഇവരൊക്കെ പറയും അല്ലാഹുവാണ്. പക്ഷേ അവർ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്നവരാ, മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നവരാ. അവർ പറയുന്ന മറുപടി മക്ക മുശ്രിക്കുകൾ പറയുന്നതായിരുന്നു. അവരെന്താ പറയുന്നത്? അവർക്ക് കഴിവില്ല, അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാ ഞങ്ങൾക്ക് വേണ്ടി അവർ അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയുമെന്ന മക്ക മുശ്രിക്കുകളുടെ വിശ്വാസമാണ് ഇന്ന് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അധികം ആളുകളും അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ വിശ്വസിക്കുന്നില്ല. അതായിരുന്നു അവരുടെ പ്രശ്നം.
അതിനെതിരെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശം ആ സമൂഹത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതിനുവേണ്ടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പീഡനങ്ങളും യാതനകളും വേദനകളും ഏറ്റുവാങ്ങിയത്, ഹിജറ പോകേണ്ടി വന്നത്. ആ സമൂഹത്തോട് നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ കള്ളു കുടിക്കരുത്, നിങ്ങൾ ഹറാമ് ചെയ്യരുത്, പലിശ ഭുജിക്കരുത് എന്ന മറ്റുള്ള തിന്മകൾക്കെതിരെ ബോധവൽക്കരണം നടത്തിയത് കൊണ്ടല്ല, മറിച്ച് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവന് മുന്നിൽ മാത്രം സുജൂദ് ചെയ്യണം, ഇബാദത്തിന്റെ എല്ലാ വശങ്ങളും ആ റബ്ബിൽ മാത്രം അർപ്പിക്കണമെന്ന തൗഹീദ് പറഞ്ഞതിന്റെ പേരിലായിരുന്നു. ആ വ്യത്യാസമാണ് നമ്മൾ പഠിക്കേണ്ടത്, നമ്മുടെ സമൂഹത്തെ, തെറ്റിദ്ധരിച്ച സമൂഹത്തെ പഠിപ്പിക്കേണ്ടത്. ഇനി സഹോദരങ്ങളെ, ഈ ബദർ നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. സർവായുധ സന്നദ്ധരായി വന്ന 1000-ഓളം വരുന്ന ശത്രു സംഘം, അവർക്ക് മുന്നിൽ വേണ്ടത്ര ആൾബലമോ ആയുധബലമോ ഇല്ലാത്ത 313 പേർ മാത്രം അടങ്ങിയ ഇസ്ലാമിന്റെ പട്ടാളം പരുങ്ങിയില്ല. കാരണം എന്താണെന്നറിയോ? തവക്കൽതു അലല്ലാഹ്, റബ്ബ് എന്നെ സഹായിക്കുമെന്ന വിശ്വാസവും അവരുടെ പ്രാർത്ഥനയുമാണ് അവരെ രക്ഷിച്ചത്. വിശുദ്ധ ഖുർആൻ ആ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം നിങ്ങൾ ഓർക്കണം. അല്ലാഹു നിങ്ങളെ സഹായിച്ചു. അല്ലാഹുവിന്റെ മലക്കുകളെ തുടരെയായി അല്ലാഹു ഇറക്കി നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുളിമയാർന്ന മഴ സമ്മാനിച്ചിട്ടുണ്ട്. സമാധാനത്തോടെയുള്ള ഉറക്കം നൽകിയിട്ടുണ്ട്. ശത്രുക്കളുടെ മനസ്സിൽ അല്ലാഹു ഭയം കോരിയിട്ടിട്ടുണ്ട്. ആ പ്രാർത്ഥന റബ്ബിനോട് മാത്രമായതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മൾ ഏകദേശം എത്ര ആളുകളുണ്ട്? നമ്മളെക്കാൾ കൂടുതലുള്ള ഒരു സംഘം പുറത്തുണ്ട്. സ്വാഭാവികമായിട്ട് ആരാ ജയിക്കുക? യുദ്ധം ചെയ്താൽ കൂടുതലുള്ള ആളുകൾ ജയിക്കും, അല്ലേ? ആയുധ ബലം എല്ലാം അവരുടെ കയ്യിലാണ്. വെറും 300 ചില്ലാനും ആളുകൾ മാത്രം. അവർ 1000 ആളുകൾ, 2 ഇരട്ടി 3 ഇരട്ടി ആളുകളുണ്ട്. ആരാ വിജയിച്ചത്? ആർക്കാ വിജയമുണ്ടായത്? അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ പവർ മാത്രം. അതുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയും നമ്മൾ സംരക്ഷിക്കും. ഏത് പ്രതിസന്ധിയിലും അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അവന്റെ സംരക്ഷണവും സഹായവും ഉണ്ടാവും. എന്നിട്ട് എന്താ നമ്മുടെ നാട്ടിൽ ആളുകൾ ചെയ്യുന്നത്? ആ ബദരീങ്ങളുടെ പേരുകൾ കെട്ടിത്തൂക്കി അവരിൽ പരമേൽപ്പിച്ച് അവരോട് പ്രാർത്ഥിച്ച് അവരോട് ആവലാതിയും വേവലാതിയും പറയുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. അല്ലാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. വീഴാൻ പോകുമ്പോ പോലും ബദരീങ്ങൾ പാപ്പ എന്ന് നമ്മുടെ ഉമ്മത്തിന്റെ നാവുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ് കടന്നു വന്നത്? ശിർക്കൻ വരികളടങ്ങുന്ന ബദർമാല അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അത് റമദാനിൽ പോലും ചെയ്യുന്നു. നിങ്ങൾ ആലോചിക്കണം, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അവരുടെ പേരിൽ ആണ്ടുനേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നവർ, അവരെന്ത് ചെയ്യുന്നതെന്നറിയോ? ശിർക്ക് ചെയ്യുന്നുണ്ട്. മാത്രല്ല, വിശുദ്ധ റമദാനിലെ 1-ാമത്തെ നോമ്പ് മുതൽ 16 നോമ്പ് കൃത്യമായി ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി പ്രയാസപ്പെട്ട് ഇബാദത്തുകൾ ചെയ്ത് ഖുർആൻ ഓതി രാത്രി തറാവീഹ് നമസ്കരിച്ച് ആ ഇബാദത്തുകളെല്ലാം റമദാൻ 17 പോയി ബാത്തിലാക്കുന്ന അവസ്ഥ അവർക്കറിയോ? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലുകളെല്ലാം ബാത്തിലാകും. റമദാൻ 17 പോയിട്ട് ആ ശിർക്ക് ചെയ്യുമ്പോൾ റമദാനിലെ 16 നോമ്പും ബാത്തിലാവല്ലേ? മറ്റുള്ള കർമ്മങ്ങളൊക്കെ ബാത്തിലാവല്ലേ? പ്രാർത്ഥന അത് റബ്ബിനോട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ റബ്ബ് നിങ്ങളെ പരിഗണിക്കൂലട്ടോ. മാത്രല്ല, റബ്ബിനെ നമ്മൾ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ റബ്ബിന്റെ സഹായം നമുക്കുണ്ടാകും. നിങ്ങളുടെ കാൽപാദങ്ങളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും.
ബദർ നൽകുന്ന ഒന്നാമത്തെ സന്ദേശം എന്നറിയോ? പരിപൂർണമായി റബ്ബിൽ നമ്മൾ തവക്കുൽ ചെയ്യണം. 2, അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യണം. ഇനി സഹോദരങ്ങളെ, മൂന്നാമതായി ബദർ നൽകുന്ന വല്ലാത്തൊരു സന്ദേശമുണ്ട്. വശാവിറുഹും ഫിൽ അംർ, നിങ്ങൾ കാര്യങ്ങളെല്ലാം കൂടിയാലോചന ചെയ്യണേ. മുഹാജിറുകളുണ്ട്, അൻസാറുകളുണ്ട്. യുദ്ധം ചെയ്യണോ മടങ്ങണോ എന്ന് ആശയക്കുഴപ്പത്തിലായി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളോട് ചോദിക്കുകയാണ്. അവരുടെ പ്രതിനിധിയായിക്കൊണ്ട് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് റസൂലിനോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഫനഹ്നു മഅക്, ഞങ്ങൾ താങ്കളുടെ കൂടെയുണ്ട്. വല്ലാഹി ലാ നഖൂലു ലക കമാ ഖാല ബനൂ ഇസ്രായീൽ ലിമൂസ, ബനൂ ഇസ്രായേൽ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതുപോലെ ഞങ്ങൾ താങ്കളോട് പറയില്ല. അവരെന്താണ് പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ. ഇന്നാ ഹൗനാ ഖായിദൂൻ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാമെന്ന വാക്ക് താങ്കളോട് റസൂലേ ഞങ്ങൾ പറയില്ല. അതുപോലെ തന്നെ അൻസാറുകളിൽ നിന്ന് സഅദ് ഇബ്നു മുആദ് പറഞ്ഞു റസൂലിനോട്, ഫഖദ് ആമന്നാ ബിക വസദ്ദഖനാക്, താങ്കളെ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, സത്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സമുദ്രത്തിൽ എടുത്ത് ചാടണമെന്ന് അങ്ങ് പറഞ്ഞാലും ഞങ്ങൾ തയ്യാറാണ് റസൂലേ. റസൂലിന് മോട്ടിവേഷൻ കൊടുത്തു. ആ ബദർ നൽകുന്ന മറ്റൊരു സന്ദേശം എന്താണെന്നറിയോ? വശാവിറുഹും ഫിൽ അംർ, നിങ്ങൾ കാര്യങ്ങളിൽ കൂടിയാലോചന നടത്തണം. അത് നമ്മുടെ പള്ളി കമ്മിറ്റി ആണെങ്കിൽ വരെ സ്വന്തമായിട്ട് ഒരാൾക്കും ഒരു തീരുമാനം എടുക്കാൻ അവകാശമില്ല. അതിനൊരു ഖൈർ ഉണ്ടാവില്ല, അത് നടക്കൂല. ഒരാൾക്കൊരു മനസ്സിൽ ആശയം വന്നു, ഒന്ന് ചർച്ച ചെയ്യാം. അത് നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ എന്തൊരു ബിസിനസ് തുടങ്ങുന്ന ആശയം വന്നു, അതല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും തുടങ്ങണമെന്ന ഒരു ആശയം നമുക്ക് വരികയാണെങ്കിൽ, വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തുമാകട്ടെ, വശാവിറുഹും ഫിൽ അംർ, ഒന്ന് നിങ്ങൾ കൂടിയാലോചിച്ചാൽ അതിൽ നിങ്ങൾക്ക് ഖൈറുണ്ടാകും, അതുപോലെ തന്നെ ബറക്കത്തുണ്ടാവും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മറ്റൊരു സന്ദേശമുണ്ട്. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും, ആരോട് സഹായം തേടിയാലും, ആർക്ക് മുന്നിൽ സുജൂദ് അർപ്പിച്ചാലും, ആർക്ക് നിങ്ങൾ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചാലും അതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. എല്ലാം അല്ലാഹു ബാത്തിലാക്കി കളയും. സ്വർഗം നിഷിദ്ധമാക്കും, നരകം വാസസ്ഥലമായി മാറും. അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് വിശുദ്ധ ഖുർആനിന്റെ ചില ആയത്തുകളാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ ഓതിക്കൊടുക്കണം. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ വലാ ഉശ്രികു ബിഹി ശൈആ, എന്റെ റബ്ബിനെ മാത്രമേ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ മറ്റാരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഇനി സഹോദരങ്ങളെ, അല്ലാഹുവിനെ പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് മറുപടി ആയിക്കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ചില ആയത്തുകളുണ്ട്. ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, ലൻ യഖ്ലുഖൂ ദുബാബ, അവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുന്നില്ല. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാലും ഈച്ച എന്ന് പറയുന്ന നിസ്സാരമായ ഒരു ജീവിയെ പോലും അവർക്ക് സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഈച്ച അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തട്ടിപ്പറിച്ചു കൊണ്ടുപോയാൽ ആ ഈച്ചയുടെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കാൻ പോലും നിങ്ങൾക്ക് സാധ്യമല്ല. അവിടെ തേടുന്നവനും തേടപ്പെടുന്നവനും ദുർബലനാണ് അല്ലാഹുവിന്റെ മുന്നിൽ. അല്ലാഹുവിനെ പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഈത്തപ്പരക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല.
റമദാനിൽ നമ്മൾ ഈത്തപ്പഴം കഴിക്കാറുണ്ട്, അതിന്റെ മുകളിലുള്ള നേർത്ത പാടയുണ്ടല്ലോ, അതുപോലും ഉടമപ്പെടുത്താൻ സാധ്യമാകില്ല അവരെ കൊണ്ട്. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെ പോലെയുള്ള അടിമകൾ മാത്രമാണ്. വല്ലദീന യദഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ലാ യഖ്ലുഖൂന ശൈആ, അവരൊന്നും സൃഷ്ടിച്ചിട്ടില്ല. വഹും യഖ്ലുഖൂൻ, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇൻ തദഊഹും, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല. വലൗ സമിഉ മസ്തജാബു ലക്കും, കേട്ടാൽ തന്നെ അവർ ഉത്തരം ചെയ്യൂല. എത്ര ആയാത്തുകളാണ് അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്ത ആയാത്തുകളാണ്. നമ്മുടെ സമൂഹം ഒരുപാട് തിന്മകളിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. ലഹരി ഉപയോഗിക്കുന്ന ആളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവനെ വിളിച്ച് നീ ലഹരി ഉപയോഗിക്കരുതെന്ന് പറയും. നമ്മൾ നല്ലൊരു വീഡിയോ കണ്ടു, ഒരു ക്ലബിലെ കുറച്ച് ആളുകൾ ചേർന്ന് കുറച്ച് കുട്ടികളെ പിടിച്ചു, ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ പിടിച്ച് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്, അവരടിക്കുന്നുണ്ട്, ബോധവൽക്കരണം ചെയ്യുന്നുണ്ട്. ലഹരിയാകെ വ്യാപകമായ റമദാനിൽ വരെ മുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കൾ ഉപയോഗിക്കുന്നു, അവരുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നു, ബോധവൽക്കരിക്കാറുണ്ട്. പലിശ ഒരാൾ ഭുജിക്കുമെനി അത് ചെയ്യരുത്, ലോൺ എടുക്കരുത്, പലിശയുമായി ബന്ധപ്പെടരുതെന്ന് പറയാറുണ്ട്. വ്യഭിചരിക്കുന്ന ഒരാളോട് നമ്മൾ വ്യഭിചരിക്കരുതെന്ന് പറയാറുണ്ട്. പക്ഷേ അതിനേക്കാൾ മുന്നേ നമ്മൾ പറയേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന ജാഹിലിയ സമുദായം കള്ളിനെ ഇഷ്ടപ്പെട്ടവരായിരുന്നു, പെണ്ണിനെ ഇഷ്ടപ്പെട്ടവരായിരുന്നു, അതുപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെട്ടവരായിരുന്നു. ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് പ്രബോധനം ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അവർ ആദ്യം പഠിപ്പിച്ചത്. നമ്മുടെ ഉമ്മത്തിൽ നമ്മൾ ഇന്ന് എത്ര ആളുകൾക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? എത്ര ആളുകൾക്ക് ഹിദായത്ത് കിട്ടാനുണ്ട്? നമ്മുടെ സുഹൃത്തുക്കളായി, ബന്ധുക്കളായി, അയൽവാസികളായി, നാട്ടുകാരായി യഥാർത്ഥ തൗഹീദ് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആ തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് നമുക്ക് വിജയം കൈവരിക്കാൻ സാധ്യമാകുകയുള്ളൂ. ആ തൗഹീദാണ് നമുക്ക് ബദർ നൽകുന്ന പാഠം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശമുള്ളത് കൊണ്ടാണ്, അല്ലാഹുവിൽ പരിപൂർണമായ തവക്കൽ ഉള്ളത് കൊണ്ടാണ്, അല്ലാഹുവിൽ പരിപൂർണമായ പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായത്. ഈ സന്ദേശങ്ങളെല്ലാം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, മറ്റുള്ളവർക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞു കൊടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ബദറിൽ നിന്ന് ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ട, ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട സന്ദേശങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി റമദാനിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം എന്നുള്ളത് സ്വതഖയാണ്. ജനങ്ങളിൽ ഭൂരിഭാഗം പേരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് സമ്പത്ത്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ, നിങ്ങൾ സമ്പത്തിനെ അമിതമായി ഇഷ്ടപ്പെടുന്നു. സ്വർണത്തിന്റെ ഒരു താഴ്വര ഒരു മനുഷ്യനുണ്ടെങ്കിൽ രണ്ടാമതും ആ മനുഷ്യൻ ആഗ്രഹിക്കും. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. പക്ഷെ ആ സമ്പത്ത് നമുക്കുള്ള ഒരു പരീക്ഷണമാണ്. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽമാൽ. എല്ലാ സമുദായങ്ങൾക്കും പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. എന്റെ ഉമ്മത്തിന്റെ പരീക്ഷണം അത് സമ്പത്താണ്. മറ്റൊരു ആയത്തിൽ കാണാം, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, സമ്പത്തും മക്കളും നിങ്ങൾക്ക് പരീക്ഷണമാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ നോദി. സ്വത്തും അതുപോലെ തന്നെ മക്കളും ദുനിയാവിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ സമ്പത്ത് നമ്മൾ എങ്ങനെ സമ്പാദിച്ചു?
എങ്ങനെ ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാതെ ഒരാൾക്കും മുന്നോട്ട് പോകാൻ നാളെ പരലോകത്ത് സാധ്യമല്ല. നമ്മുടെ ബിസിനസ് ഹലാലാണോ? നമ്മുടെ കച്ചവടം ഹറാമാണോ? ഹലാലിൽ നിന്ന് നമ്മൾ സമ്പാദിക്കണം. അതുപോലെ തന്നെ നല്ലതിന് മാത്രം നമ്മൾ സമ്പത്തിനെ ചെലവഴിക്കണം. അത് എന്തിന് ചെലവഴിച്ചു എന്ന ചോദ്യം റബ്ബ് നമ്മളോട് ചോദിക്കും. അതിനുള്ള രണ്ട് മാർഗമാണ് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നത്: സ്വദഖയും സകാത്തും. സകാത്ത് വിശദമായി പറയേണ്ട വിഷയമാണ്. ഇൻഷാല്ലാഹ് അടുത്ത ഖുതുബയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സ്വദഖയെ കുറിച്ചാണ്. പല ആളുകളും വിചാരിക്കും സമ്പത്തുണ്ടാകും, പക്ഷേ അത് കൊടുത്താൽ തീർന്നു പോകുമോ? വല്ലാത്തൊരു പേടിയാണ്. ഭയങ്കര ബുഖലാക്കളായി, പിശുക്കന്മാരായി ജീവിക്കുന്ന ആളുകളുണ്ട്. വൈലുല്ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. ഖുർആൻ പറയാണ്, കുത്തി പറയുന്നവനും അവഹേളിക്കുന്നവനുമായ ഏതൊരാൾക്കും നാശം. പിന്നൊരാൾക്കും കൂടെ നാശമുണ്ട്. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. സ്വത്ത് ഇങ്ങനെ എണ്ണിക്കൂട്ടുക, സ്വത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകള് ജനങ്ങൾക്കൊന്നും കൊടുക്കൂല. അവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് റമദാനിലൊക്കെ നമ്മൾ കൂടുതൽ സ്വദഖ ചെയ്യണം. ജനങ്ങളെ സ്വദഖ ചെയ്താൽ നിങ്ങളുടെ സമ്പത്തിനെ ഒരിക്കലും അത് കുറക്കുകയില്ല. യസീദുല്ലാഹു ഫീ അംവാലിക്കും. നിങ്ങൾക്ക് വർധനവ് മാത്രമേ അല്ലാഹു നൽകുകയുള്ളൂ. 50 രൂപ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാലിയാകും. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ റബ്ബ് നിങ്ങൾക്ക് വീണ്ടും അല്ലാഹു പണം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. നോക്കൂ, ഓരോ ദിവസവും 2 മലക്കുകൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയുമോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു ധനം കൊടുത്ത ആളുകൾ ചെലവഴിക്കുമ്പോ അല്ലാഹുമ്മ ആതി മുൻഫികൻ ഖലഫാ. അല്ലാഹുവേ, നീ സമ്പത്ത് കൊടുത്തിട്ട് ആ സമ്പത്ത് നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വീണ്ടും നീ സമ്പത്ത് അധികരിപ്പിച്ചു കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കും. ആര്? മലക്ക്. വേറെ ആരെങ്കിലും അല്ല, മലക്ക് പ്രാർത്ഥിക്കും നമ്മുടെ സമ്പത്ത് വർദ്ധിക്കാൻ. നേരത്തെ പറഞ്ഞ പോലെ ഒരുമിച്ച് കൂട്ടി എണ്ണി തിട്ടപ്പെടുത്തിയ ആളുകൾക്ക് കൊടുക്കാത്ത ആളുകൾ, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, റബ്ബേ അവർക്ക് നാശം കൊടുക്കണേ എന്ന് മറ്റൊരു മലക്ക് പ്രാർത്ഥിക്കും. ഏത് മലക്കിന്റെ പ്രാർത്ഥന നമുക്ക് ഇഷ്ടം? ആദ്യത്തെ മലക്കല്ലേ? നമ്മുടെ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കണം. വസ്സദഖ തുത്ഫിഉൽ ഖതീഅ. സ്വദഖ നിർവഹിച്ചാൽ അത് പാപങ്ങളെ ഊതിക്കെടുത്തും. കമാ യുത്ഫിഉൻ നാർ, വെള്ളം തീയെ കെടുത്തുന്നത് പോലെ. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ഒരു ആയത്ത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മസലുൽ ലദീന അംവാലഹും ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ സമ്പത്ത് ചെലവഴിച്ചു, അല്ലാഹു ധനം നൽകിയ ആ ധനം ചെലവഴിച്ചു. കമസലി ഹബ്ബാദ്, ഒരു ധാന്യമണി പോലെയാണ്. അംബതത് സബഅ സനാബിൽ, ആ ധാന്യം ഒരു കൃഷിക്കാരൻ പാകിയാൽ 7 കതിരുകൾ ഉണ്ടായി എന്ന് വിചാരിച്ചോളൂ. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിരിലും 700 ധാന്യങ്ങൾ വീതമുണ്ടായാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറയുന്നത്, വല്ലാഹു യുദാഇഫു ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതുപോലെ ഇരട്ടി നൽകും. 1 രൂപ കൊടുത്താൽ 700 രൂപ കൊടുത്ത പ്രതിഫലം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ സദഖ എന്ന് പറയുന്നത് നമ്മൾ റമദാനിൽ മാത്രമല്ല, അതല്ലാത്ത സന്ദർഭത്തിലൊക്കെ നമ്മൾ നിർവഹിക്കേണ്ട ഒന്നാണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ പള്ളിയിലേക്കാണെങ്കിലും മദ്രസയിലേക്കാണെങ്കിലും എന്തെങ്കിലും ദീനീപരമായിട്ടുള്ള പരിപാടികളിലേക്കാണെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കുന്നത്, രോഗികളെ സഹായിക്കുന്നത്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ഇഫ്താർ വിരുന്നൊരുക്കുന്നത്, എന്ത് സദഖയാണെങ്കിലും യസീദ്
യസിദുല്ലാഹു ഫീ അംവാലിക്കും, അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ചു നൽകും. ഒരിക്കലും നിങ്ങളുടെ സമ്പത്ത് കുറയുകയില്ല. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്, ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാഹ് പണം സ്വരൂപിക്കുന്നുണ്ട്. അതിന് ബക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളാണ് ഈ പള്ളിയുടെ ചുമതലക്കാർ, നമ്മളാണ് ഈ പള്ളി പരിപാലിക്കേണ്ടത്, നമ്മളോടാണ് റബ്ബ് ഇതിനെപ്പറ്റി ചോദിക്കുക. അപ്പോൾ ഒരു പള്ളിയാകുമ്പോ അതിന്റെ സാമ്പത്തികമായ ഒരുപാട് ബാധ്യതയുണ്ടാകും, ചെലവുകൾ ഉണ്ടാകും. അത് പരിഹരിക്കേണ്ടതെല്ലാം നമ്മൾ തന്നെയാണ്. സ്വതക്കയുടെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മളുടെ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കർമ്മങ്ങൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിന്റെ ഏറ്റവും പ്രതിഫലാർഹമായ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രയാസപ്പെട്ട് അനുഷ്ഠിക്കുന്ന നോമ്പുകളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണവും നമസ്കാരങ്ങളും മറ്റുള്ള ഇബാദത്തുകളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് നോമ്പുകാർക്ക് മാത്രം തയ്യാറാക്കി വെച്ച റയ്യാൻ എന്ന കവാടത്തിലൂടെ മാത്രം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന യഥാർത്ഥ സ്വാഇമീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് രോഗികളുണ്ട്, അല്ലാഹു അവർക്ക് പരിപൂർണ്ണ ശമനം നൽകുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാഹു അവരുടെ കടം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഒരുപാട് പേര് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹു അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനും അതുപോലെ തന്നെ തൗഹീദോടുകൂടി മരണപ്പെടാനുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. اللهم ادخلنا الجنة. اللهم اجرنا واجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آل محمد.